ഇന്ന് നമുക്ക് ഐഡന്റിറ്റി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പഴയ ബിൽഡിംഗിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഡെഡ് ബോഡി. ദൃക്സാക്ഷിയായ ഇത് ആക്സിഡന്റ് പറ്റി ഓർമ്മ നഷ്ടമായ ഫേസ് ബ്ലൈൻഡ്നെസ് ഉള്ള ആളും, അവളെ വെച്ച് സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചതോ ഞെട്ടിക്കുന്നൊരു ചിത്രവും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മെഡിക്കൽ കോളേജ് ലൈബ്രറിയാണ്. അവിടെ ബുക്കൊക്കെ പറക്കി വെക്കുന്നത് കുട്ടിയായ ഹരൺ ശങ്കർ ആയിരുന്നു. ഈ ഹരണിന് ബുക്ക് വായിക്കുവാനൊന്നും അറിയത്തില്ല. പക്ഷെ ബുക്കിന്റെ രീതിയൊക്കെ വെച്ച് കൃത്യമായിട്ട് ഏത് ഷെൽഫിലാണോ വെക്കേണ്ടത് അവിടെ തന്നെ അവൻ വെക്കും. അങ്ങനെ ഒരു കഴിവ് ഹരണിനുണ്ട്. ഹരണിന്റെ അമ്മയാണ് സുമിത. സുമിത പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്ന ASI പ്രതാപുമായിട്ട് പ്രണയത്തിലായി സുമിതയും പ്രതാപും വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്ക് 2 കുട്ടികൾ ജനിച്ചു, ഹരണും ദേവകിയും. വിവാഹ ജീവിതം മുന്നോട്ടു പോകെ അവർക്ക് 2 പേർക്കും പൊരുത്തപ്പെടാൻ പറ്റാതായി. അമിതമായിട്ട് മദ്യപിക്കുമായിരുന്ന പ്രതാപ് സ്ഥിരമായി സുമിതയെ ഉപദ്രവിക്കുമായിരുന്നു. അത് താങ്ങാനാകാതെ സുമിത ഡിവോഴ്സും വാങ്ങി. കോടതി വിധിച്ചതെന്തെന്നാൽ മകളായിട്ടുള്ള ദേവകി സുമിതയ്ക്കൊപ്പവും മകനായിട്ടുള്ള ഹരൺ പ്രതാപിനൊപ്പവും പോകണമെന്നായിരുന്നു. പക്ഷെ കോടതിയുടെ ആ ഒരു തീരുമാനം സുമിതയ്ക്ക് താങ്ങാനായില്ല. ആ ഒരു തീരുമാനത്തിൽ നിന്നും സുമിത പുറത്തു വരാനായിട്ട് ഏകദേശം 10 വർഷം എടുത്തു. അതിനുശേഷം സുമിത 2ാമതൊരു വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് നീരജ. എന്നാൽ ഈ പ്രതാപാണെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുന്നതിനാൽ മരണപ്പെട്ടുപോയി. സുമിതയും 2ാം ഭർത്താവും കാറിൽ പോകുന്ന സമയത്ത് കാർ ആക്സിഡന്റ് ആയി. ഭർത്താവ് സ്പോട്ടിൽ മരണപ്പെട്ടു. സുമിതയാണെങ്കിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. പ്രതാപാണല്ലോ ഹരണിനെ വളർത്തിയത്. ഈ പ്രതാപ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യത്തിനും ചിട്ടയും ശീലങ്ങളും ഒക്കെ പ്രതാപിനുണ്ടായിരുന്നു. അങ്ങനെ വളർന്ന ഹരണാണെങ്കിൽ താൻ എന്ത് ചെയ്താലും പെർഫെക്ഷൻ വേണം എന്നത് നിർബന്ധമായിരുന്നു. ഹരണിനൊരു ചേച്ചിയുണ്ട്, ദേവകി എന്ന് പറഞ്ഞില്ലേ? ദേവകി ഇപ്പോൾ കൈക്കുഞ്ഞുമായി ഹരണിന്റെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസ് ആണ്. അവിടെ 2 പെൺകുട്ടികൾ ഡ്രസ്സൊക്കെ വാങ്ങി അത് ഇട്ട് നോക്കുവാനായിട്ട് ട്രയൽ റൂമിലേക്ക് കയറുന്നു. അവർ ട്രയൽ റൂമിൽ കയറി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയതിനു ശേഷം ബിൽ പേ ചെയ്യുവാനായി പോകും. കൂടെ വന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ തന്റെ കാർ കീ എടുക്കുവാനായി മറന്നത് പറഞ്ഞ് ട്രയൽ റൂമിലേക്ക് പോയി കീയും എടുത്തു പോകുന്ന സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു മൊബൈൽ ക്യാമറ ഓൺ ആയിരിക്കുകയാണ്. അത്രയും നേരം അവർ ഡ്രസ്സ് മാറുന്നതെല്ലാം അതിലാരോ ഷൂട്ട് ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയ ആ പെൺകുട്ടിയാണെങ്കിൽ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. അവിടെ ഉണ്ടായിരുന്ന അമീർ എന്നൊരാൾ ആ മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ആരാ ഇതിനു മുൻപ് ട്രയൽ റൂം യൂസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ അമീറിന്റെ കയ്യിൽ നിന്നും മൊബൈലും പിടിച്ചു വാങ്ങി ഓടിക്കളയും. പിന്നീട് കാണിക്കുന്നത് സമുദ്ര സിൽക്സിന്റെ പഴയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഈ അമീർ ഉണ്ടല്ലോ ആ ഒരു ബിൽഡിംഗിലേക്ക് വരും. അവിടെ ആ മൊബൈൽ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയ പയ്യനുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് ആ മൊബൈല് അമീർ വാങ്ങും. അമീർ ആ ഒരു മൊബൈലുമായി ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി അതിലുണ്ടായിരുന്ന വീഡിയോ അവിടെയുള്ള കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫറും ചെയ്യുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലും അവൻ കണ്ടെത്തുകയാണ്. അപ്പോഴാണ് ഈ അടുത്തിടെയാണ് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതെന്ന കാര്യം അമീർ മനസ്സിലാക്കുന്നതും. ഉടനെ തന്നെ നകുൽ എന്നൊരു ഹാക്കറിനെ അമീർ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഞാനൊരു പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്യാം, നീ അവളുടെ അഡ്രസ്സും ലൊക്കേഷനും എനിക്ക് കണ്ടെത്തി തരണമെന്ന് നകുലിനോട് പറയും. എന്നാൽ നകുൽ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനായും ശ്രമിക്കും. പക്ഷെ അമീർ ആണെങ്കിൽ നിർബന്ധിച്ച് അവനെ കൊണ്ടത് ചെയ്യിക്കും. മറ്റൊരു വശത്ത് ആ ഒരു പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരിയും ട്രയൽ റൂമിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇറങ്ങി വരികയായിരുന്നു. കൂട്ടുകാരി പറയുന്നത്, അടുത്ത മാസം നിന്റെ വിവാഹമല്ലേ, നിന്റെ വുഡ്ബിയോട് ഈ ഒരു കാര്യമൊന്നും നീ പറയണ്ട എന്നായിരുന്നു പറഞ്ഞതും. അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം തന്നെ അമീർ കാറുമായി വരും. എന്നിട്ട് അവളോട് പറയുന്നത്, ദേ നിന്റെ ട്രയൽ റൂമിലെ വിഷ്വൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കും. ഒരേ സെറ്റിൽമെന്റ് 3 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്തില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്റർനെറ്റിൽ വ്യാപിക്കുമെന്നും പറഞ്ഞു. അവൾക്കൊരു വഴിയുമില്ലാതെ ടെൻഷനായി നിൽക്കുകയാണ്. എന്നിട്ട് ATMന് മുന്നിൽ കൊണ്ടുവന്ന് കയ്യിലുള്ള കാശ് എടുക്കുവാനായി പറയും. ബാക്കി കാശ് നാളെ സെറ്റിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അവളെ വിരട്ടിയിട്ട് അവളുടെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് അമീർ പോകും. എന്നിട്ട് അമീർ നേരെ നകുലിനെ ഫോൺ വിളിക്കും. ഞാനിപ്പോൾ ആകെ ഒരു പ്രശ്നത്തിൽ പെട്ടു നിൽക്കുകയാ, എനിക്ക് കുറച്ചു ദിവസം താമസിക്കുവാനായിട്ട് ഒരു വീട് വേണമെന്ന് നകുലിനോട് പറയുമ്പോൾ നകുൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കോള് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം അമീർ നേരെ എത്തിയത് സമുദ്ര സിൽക്സിന്റെ ആ ഒരു പഴയ ബിൽഡിംഗിലേക്കായിരുന്നു. പക്ഷെ അവിടെ അമീറിനെ കൂടാതെ മറ്റാരോ ഉണ്ടായിരുന്നു. അത് അമീറിന് മനസ്സിലായി. ആരാ ഇവിടെയുള്ളത്, ആരാടാ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കില്ല.
എന്നാൽ അയാൾ ഉടനെ തന്നെ അമീറിനെ തല്ലുകയും അമീറിനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. എന്നിട്ട് അമീറിനെയും തീ കൊളുത്തി ആ ഒരു പഴയ ബിൽഡിങ്ങിനും തീ കൊളുത്തിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നതും. അതിനുശേഷം ദിനേശ് ചന്ദ്രൻ എന്നൊരു പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ദിനേശിനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് കേരള തമിഴ്നാട് ബോർഡറിലെ ആ സമുദ്ര സിൽസിന്റെ പഴയ ബിൽഡിംഗിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. സമുദ്ര സിൽസിൽ കത്തിച്ചിട്ട് ആഴിയാറിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അമറിന്റെ കൊലപാതക കേസിനെ പറ്റിയുള്ള കാര്യമൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ദിനേശിനോട് പറയുന്നു. ഇപ്പോൾ ദിനേശൊക്കെയാണല്ലോ ആ കേസ് കൈകാര്യം ചെയ്യുന്നതും. അതേസമയം തന്നെയായിരുന്നു കർണാടകയിലെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിൽ നിന്നും അലൻ ജോസഫ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ദിനേശിനെ കാണാനായി എത്തിയത്. ഈ ഒരു കേസിന് ഒരു വിറ്റ്നസ് ഉണ്ട്, ആലിഷ. പക്ഷേ ആലിഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ആക്സിഡന്റ് പറ്റിയതിനാൽ ആലിഷയ്ക്ക് മെമ്മറി ലോസ് ഉണ്ട്. എന്നാലും ആ ഒരു കൊലയാളി ആരാണെന്നുള്ളത് അവളുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിൽ പതിഞ്ഞിട്ടുള്ള കാര്യവും അലൻ ജോസഫ് പറയുന്നു. ആലിഷയെ കുറച്ചുനാൾ താമസിക്കുവാനായിട്ട്, അവളെ സേഫ് ആയിട്ട് നിർത്തുവാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ ദിനേശ് പറയുന്നത്, അതിനെന്താ, ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിർത്താം. അതിന്റെ കെയർ ടേക്കർ എന്റെ വൈഫാണെന്നും ദിനേശ് പറയുന്നു. ദിനേശ് പറഞ്ഞതനുസരിച്ച് അലനും അലീഷയും സഹോദരങ്ങളാണെന്നാണ് അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതും. മാത്രവുമല്ല അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഹരനും സഹോദരിമാരും പിന്നെ ഡോക്ടറായ സുദർശനും താമസിക്കുന്നതും. എല്ലാവരും ഒരേ ഫ്ലോറിലാണ്. ഹരൺ ഇപ്പോൾ വളർന്നു വലുതായിരിക്കുകയാണ്. ഹരന്റെ മൂത്ത സഹോദരിയായ ദേവകി ഡോക്ടറാണ്. ഡോക്ടറായ ഒരു ഹോസ്പിറ്റലിൽ ജോലിയും ചെയ്യുന്നുണ്ട്. ദേവകിക്ക് ഒരു കുഞ്ഞുമുണ്ടല്ലോ. മാത്രമല്ല അവരുടെ ഏറ്റവും ഇളയ സഹോദരിയായ നീരജ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ഈ ഹരൺ ജോലിക്കൊന്നും പോകുന്നില്ല. ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ കരാട്ടെ ക്ലാസ് നടത്തി കുട്ടികളെ കരാട്ടയും പഠിപ്പിച്ചാണ് ജീവിക്കുന്നതും. അങ്ങനെ ഹരണും സഹോദരിമാരും അലീഷയും അലനുമായിട്ടൊക്കെ നല്ല കമ്പനിയാകുന്നു. അവർ പരസ്പരം പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ മോഷണം നടന്നു. അതിന് ദൃക്സാക്ഷിയായത് ഒരു ചെറിയ പയ്യനായിരുന്നു. ഉടനെ തന്നെ ദിനേശ് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് മോഷ്ടാവിന്റെ രൂപം വരയ്ക്കുവാനായും തീരുമാനിക്കും. ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് ആർട്ടിസ്റ്റും വരയ്ക്കുന്നത്. ചെവിയൊക്കെ വരയ്ക്കുന്നതെല്ലാം ഹരൺ കണ്ടുകൊണ്ടുവരും. അത് കണ്ട ഹരൺ ആണെങ്കിൽ ഇവൻ വരയ്ക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് ഹരൺ ഒരു ചെവി വരച്ചു. എന്നിട്ട് ആ പയ്യനോട്, ഇതാണോ നീ കണ്ട മോഷ്ടാവിന്റെ ചെവി എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇങ്ങനെ തന്നെയാണെന്ന് ആ പയ്യൻ പറയുന്നു. എന്നാൽ ഹരൺ പറയുന്നത്, ഇവൻ പറയുന്നത് കള്ളമാണ്. ഇങ്ങനെ ഒരു ചെവി യഥാർത്ഥത്തിൽ കോമിക് ബുക്സിൽ മാത്രമാണുള്ളത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചെവിയില്ല. ഇവൻ കള്ളമാണ് പറയുന്നത്. ഇവൻ മോഷ്ടാവിനെ കണ്ടിട്ടില്ല. ഒന്നുകിൽ ആരോ കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇവൻ പറയുന്നതെന്നും ഹരൺ പറയുന്നു. സംഭവം സത്യമായിരുന്നു. ആ പയ്യൻ മോഷ്ടാവിനെ കണ്ടിട്ടേയില്ല. സത്യമാ, ഞാൻ കണ്ടില്ല. എന്റെ ചേച്ചിയാ കണ്ടത്. ചേച്ചിക്ക് പോലീസിന്റെ അടുത്ത് പറയാൻ പേടിയാ. അതുകൊണ്ടാ ചേച്ചി ആളിന്റെ രൂപം എന്നോട് പറഞ്ഞു തന്നതെന്നും ആ പയ്യൻ പറയുന്നു. അങ്ങനെ ഹരൺ ആ പയ്യൻ പറഞ്ഞ രൂപമാണെങ്കിൽ കൃത്യമായി വരച്ചെടുത്ത് ദിനേശിനെ ഏൽപ്പിക്കും. സംഭവം ആരാ? ദിനേശ് പ്ലംബിംഗ് വർക്കിനായിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന ആള് തന്നെ. അങ്ങനെ അയാളെ അറസ്റ്റും ചെയ്യുവാനായി ദിനേശ് തീരുമാനിക്കും. ഇതെല്ലാം അലൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അലൻ ആണെങ്കിൽ ഹരണിനെ നോക്കിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നുമുണ്ട്. ഹരണിന്റെ കഴിവെന്തെന്ന് അലന് മനസ്സിലായില്ലോ. ഒരിക്കൽ അലൻ ഹരണിനെ ഒറ്റയ്ക്ക് കാണുവാനായി വിളിച്ചു. എന്നിട്ട് പറയുന്നത്, അലീഷ ഒരു കൊലപാതകത്തിന്റെ വിറ്റ്നസ് ആണ്. അവൾ കൊലയാളിയുടെ മുഖം നന്നായിട്ട് കണ്ടിരുന്നു. ആ കൊലയാളിയുടെ മുഖമൊന്ന് വരച്ചു തരുവാനായി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹരൺ പറയുന്നത്, എനിക്ക് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ, അതിന്റെ ടൈം ലൈൻ ഒന്നും അറിയാതെ വരയ്ക്കുവാൻ കുറച്ച് പാടാണെന്ന് പറയുമ്പോൾ, അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കേസാണ്. കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പറയുവാനായി പാടില്ല. മാത്രമല്ല ഈ ഒരു കാര്യം ഞാനും നീയും ദിനേശ് സാറും മാത്രമേ അറിയുവാൻ പാടുള്ളൂ എന്നായിരുന്നു അലന്റെ മറുപടിയും. കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചിട്ട് ഹരൺ ആണെങ്കിൽ ചിത്രം വരച്ചു കൊടുക്കുവാനായും തയ്യാറായി. അങ്ങനെ അലീഷ കൊലയാളിയുടെ രൂപം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായും തുടങ്ങി. പെന്റഗൺ ഫേസ്, താടി കുറച്ച് മുന്നോട്ട് വന്നിരിക്കും എന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. ചിത്രം വരച്ചു ഒരു ഘട്ടം എത്തിയ സമയത്ത് ഹരൺ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഹരൺ പറയുന്നുണ്ട്, സെക്ഷൻ ഓവർ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ചിത്രം വരയ്ക്കുന്നത് അവൻ നിർത്തിവെച്ചു. അത് ശ്രദ്ധിച്ച അലൻ എന്ത് പറ്റിയെന്ന് ഹരണിനോട് ചോദിക്കുമ്പോൾ ഹരൺ പറയും, ഇപ്പോൾ ഒരു വ്യക്തി ഒരാളുടെ ഫേസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മെമ്മറി കോംപ്രമൈസ് ആയി മറ്റൊരാളുടെ ഫേസ് ഡിസ്ക്രൈബ് ചെയ്യുവാനായി ആരംഭിക്കും. അതിനെ സോഴ്സ് എറർ എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ അലീഷയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇഗ്നോർ ചെയ്യുവാനേയും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് വരയ്ക്കുന്നത് ഇവിടെ സ്റ്റോപ്പ് ആക്കിയതെന്നും ഹരൺ പറയും. അപ്പോൾ അലൻ ചോദിക്കുന്നത്, സ്കെച്ച് കംപ്ലീറ്റ് ആക്കാതെ ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഹരൺ അവൻ അത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കെച്ച് എടുത്ത് കാണിക്കും. അത് കറക്റ്റ് ഹരണിനെ പോലെ തന്നെയായിരുന്നു. എന്നിട്ട് ഹരൺ പറയുന്നത്, അലീഷ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ക്രൈം സീനിൽ പോയി ചിത്രം വരയ്ക്കാം. അപ്പോൾ അലീഷയ്ക്ക് എല്ലാ കാര്യവും ഓർമ്മ വന്നാലോ എന്ന് പറയുന്നു. അങ്ങനെ അലനും ഹരനും അലീഷയും ചേർന്ന് ക്രൈം നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്.
ഇവർ പോകുന്നത് സമുദ്ര സിൽക്സിന്റെ ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്കായിരുന്നു. അമർ മരിച്ചു കിടന്ന അതേ സ്ഥലം. ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഹരൺ ചോദിക്കും, യഥാർത്ഥത്തിൽ കൊലയാളിയെ കാണുന്നതിന് മുൻപ് അവിടെ എന്താണ് സംഭവിച്ചത്? അലീഷ പറയും, ഞാൻ യഥാർത്ഥത്തിൽ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരിക്കൽ എന്റെ ഫ്രണ്ടിന്റെ കോൾ വന്നു. ഞാൻ അങ്ങനെ എത്രയും വേഗം കോയമ്പത്തൂരേക്കും തിരിച്ചു വന്നു. വന്ന ഉടനെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്കൂട്ടിയും എടുത്ത് സമുദ്ര സിൽക്സിന്റെ ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് ചെന്നു. അവിടെ വെച്ചാണ് ഒരാൾ മറ്റൊരാളിനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുന്നത് ഞാൻ കണ്ടത്. ഉടനെ തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി വേഗം സ്കൂട്ടിയും എടുത്ത് വരുന്ന വഴിയിലാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതും. പക്ഷേ ഞാൻ ആ കൊലയാളിയുടെ രൂപം കൃത്യമായി കണ്ടിരുന്നുവെന്നും അലീഷ പറയും. അങ്ങനെ അവർ സമുദ്ര സിൽക്സിന്റെ ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്കും എത്തുന്നു. അവിടെ വെച്ച് വീണ്ടും സ്കെച്ച് വരയ്ക്കുവാനായും തീരുമാനിക്കും. അലീഷ പറയുന്നതെല്ലാം ഹരൺ അതുപോലെ തന്നെ വരയ്ക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൾ പറയുന്നതൊന്നും ഹരൺ ഫോളോ ചെയ്യുന്നില്ല. അതെല്ലാം അലൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ അമറിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, ഹരൺ തന്നെയാണ്. ഹരൺ അമറിനെ കത്തിച്ചതിനു ശേഷം സമുദ്ര സിൽക്സിന്റെ ആ ഒരു പഴയ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നതും. ഹരൺ വരച്ച ചിത്രം അലനെ കാണിക്കും. ആദ്യം വരച്ചതുപോലെയല്ല, ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. ഇത് തന്നെയാണോ ആളെന്ന് അലീഷയെ കാണിച്ചു ചോദിക്കുമ്പോൾ അതെ, ഇത് തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹരൺ പറയുന്നത് കുറച്ച് വ്യത്യാസം കൂടി വരുത്താനുണ്ട്, ഇനിയും കുറച്ചുകൂടി വരയ്ക്കണമെന്ന് പറയുമ്പോൾ വേണ്ട, ഇത് മതി, ഇനി അതിന് സമയമില്ല എന്ന് അലനും പറയുന്നു. അങ്ങനെ അവർ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. പോകുന്ന സമയം അലീഷ ഹരണിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾ പ്ലേ ചെയ്ത ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതൊരുപാട് റിലാക്സ് ആകുവാൻ സഹായിച്ചെന്നും പറയും. അങ്ങനെ അവർ നേരെ അപ്പാർട്ട്മെന്റിലേക്കും എത്തുകയാണ്. അവിടെ ഹരന്റെ സഹോദരിയെ ദേവകി ഉണ്ടായിരുന്നു. ദേവകി അലീഷയോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് ദേവകി ആരെന്ന് പോലും അറിയാത്ത രീതിയിലാണ് അലീഷ പെരുമാറുന്നതും. അവൾക്ക് ഓർമ്മക്കുറവുണ്ടല്ലോ. പക്ഷെ അതെല്ലാം ഡോക്ടറായിട്ടുള്ള സുദർശനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ദേവകി അലനോട് പറയും, നിങ്ങളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവർ തലകറങ്ങി വീണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണെന്നും ദേവകി പറഞ്ഞു. ഈ അലൻ അലീഷയ്ക്ക് കൂട്ടായിട്ട് ഒരു ലേഡി കോൺസ്റ്റബിളിനെ കൂടി കൊണ്ടുവന്നിരുന്നു. അവർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഉടനെ തന്നെ അലൻ ഹോസ്പിറ്റലിലേക്കും പോവുകയായിരുന്നു. എന്നാൽ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദേവകിയോടും നീരജയോടും ഹരൺ പറയും, ഇന്നേ ദിവസം നിങ്ങൾ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ വരണ്ട, നിങ്ങൾ ഇന്ന് ഡോക്ടേഴ്സിന്റെ ക്വാർട്ടേഴ്സ് താമസിച്ചാൽ മതിയെന്ന് പറയുന്നു. അതിന് മറുത്തൊരു മറുപടിയും പറയാതെ രണ്ടാളും അവിടെ നിന്ന് പോകും. ഫ്ളാറ്റിലേക്ക് എത്തിയ ഹരൺ ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കും അലീഷ ആ ഒരു കൊലയാളിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് പറയാതിരുന്നത്, ഇതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഹരൺ ചിന്തിക്കുന്നുമുണ്ട്. എന്നിട്ട് ഹരൺ തന്റെ പൂച്ചയുടെ കഴുത്തിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചതിന് ശേഷം ആ ഒരു പൂച്ചയെ അലീഷയുടെ ഫ്ളാറ്റിലേക്കും പറഞ്ഞുവിടും. അതേസമയം തന്നെ അലീഷയാണെങ്കിൽ ആരോ കതകിന് തട്ടുന്നത് പോലെയൊക്കെ തോന്നിയിട്ട് കതക് തുറക്കുവാനായും ശ്രമിക്കും. പക്ഷെ കതക് തുറക്കുവാനായും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറ് അവളുടെ മുന്നിലേക്ക് തുറന്നു വരികയാണ്. അവൾ പേടിച്ചതുപോലെ നിൽക്കും. അതേസമയം തന്നെയായിരുന്നു ഹരണിനടുത്തേക്ക് ഡോക്ടർ സുദർശനും വരുന്നത്. സുദർശൻ ചോദിക്കും, നീ എന്താ ഇവിടെ കറങ്ങി കറങ്ങി നിൽക്കുന്നത്? അതോ ഇവിടെ ആരോ കതക് തല്ലിപ്പൊളിക്കുന്ന സൗണ്ട് കേട്ടു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഹരൺ പറയും. അതേസമയം തന്നെയായിരുന്നു സുദർശനെയും ഹരണിനെയും ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. അവർക്ക് രണ്ടുപേർക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ് അലീഷ. അതേസമയം തന്നെയായിരുന്നു അലനും അവിടേക്ക് വരുന്നത്. എന്നാൽ ഈ അലനെ അലീഷയ്ക്ക് തിരിച്ചറിയുവാനായും പറ്റുന്നില്ല. അതെല്ലാം ഡോക്ടറായിട്ടുള്ള സുദർശൻ ശ്രദ്ധിക്കുന്നുണ്ട്. സുദർശൻ ആണെങ്കിൽ അലീഷയെ കുറച്ചു നേരം റിലാക്സ് ചെയ്യുവാനായും പറഞ്ഞു. എന്നിട്ട് അലീഷയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ടാണ് അലനെ പോലും തിരിച്ചറിഞ്ഞതും. അത് മനസ്സിലാക്കിയ ഡോക്ടർ പറയുന്നുണ്ട്, അലീഷ തനിക്ക് ഏറ്റവും പരിചയമുള്ള ആളായാലും അവരെ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റുകൾക്ക് ശേഷമാണ് അവരുടെ മുഖം പോലും തിരിച്ചറിയുന്നത്. എന്നിട്ട് ഡോക്ടറാണെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഫോട്ടോയാണെങ്കിൽ അലീഷയ്ക്ക് കാട്ടിക്കൊടുത്തു. പക്ഷെ ആ ഒരു ഫോട്ടോ പോലും തിരിച്ചറിയുവാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു അലീഷ. അത് മനസ്സിലാക്കിയ ഡോക്ടർ പറയുന്നത്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്, എത്രയും വേഗം ട്രീറ്റ്മെന്റ് ആരംഭിക്കണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഡോക്ടർ തന്റെ ഹോസ്പിറ്റലിലേക്ക് അലീഷയെ കൊണ്ടുപോയി അവളെ ചെക്കപ്പ് ഒക്കെ നടത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. അലീഷയെ ചെക്കപ്പ് നടത്തിയതിനു ശേഷം ഡോക്ടർ സുദർശൻ ഹരണിനോടും അലനോടും പറയും, അലീഷയ്ക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് മൃഗങ്ങളുടെ മുഖമൊന്നും പെട്ടെന്ന് തിരിച്ചറിയുവാനേ പറ്റത്തില്ലല്ലോ, അതുപോലെ തന്നെ ഒരു രോഗമാണ് അലീഷയ്ക്ക് ബാധിച്ചിരിക്കുന്നതും. അലീഷയ്ക്ക് മനുഷ്യരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാതായിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട ഒരാളിനെ തന്നെ കുറച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ചറിയുവാനായും പറ്റത്തില്ല. അത്തരമൊരു രോഗമാണ് അലീഷയെ ബാധിച്ചിരിക്കുന്നതെന്നും ഡോക്ടർ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അലീഷ ഒരു ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ചാനലിൽ വെതറൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അലീഷയെ കാണുവാനായിട്ട് ഒരാൾ വരികയാണ്. അയാൾ അവൾക്ക് ഒരു പെൻഡ്രൈവ് ഏൽപ്പിക്കുന്നു.
ആ പെൻഡ്രൈവിനുള്ളിൽ എന്തെന്നാൽ അമർ കാരണം ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. അതിലൊരു പെൺകുട്ടിയെ അലീഷ വന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയെടുക്കുന്നു. അതിനുശേഷം ഓഫീസിലേക്ക് എത്തിയ അലീഷയാണെങ്കിൽ തന്റെ ഹെഡായിട്ടുള്ള നടാശയോട് വിവരങ്ങളെല്ലാം പറയും. നമുക്ക് പ്രൈം ടൈമിൽ ഈ ഒരു കേസ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നടാശ പറയുന്നത് അതിന് കഴിയത്തില്ല, നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവില്ല. മാത്രമല്ല നിനക്ക് ആ ഒരു പെൻഡ്രൈവ് തന്ന ആളില്ലേ, അയാളാണ് യഥാർത്ഥ സോഴ്സ്. അയാൾ വന്നിട്ട് എല്ലാ കാര്യവും തുറന്നു പറയുമെങ്കിൽ നമുക്ക് ഈ ഒരു കേസ് ടെലികാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു നടാശ പറഞ്ഞതും. യഥാർത്ഥത്തിൽ അലീഷയ്ക്ക് ആ ഒരു പെൻഡ്രൈവ് കൊടുത്തത് മറ്റാരുമല്ല, അമർ ഹെൽപ്പ് ചോദിക്കുന്ന നകുലുണ്ടല്ലോ അവൻ തന്നെയായിരുന്നു. നകുലിനെ കണ്ട് വിവരം പറയുമ്പോൾ നകുൽ പറയുന്നത് എനിക്കിത് പോലീസിനോട് പോലും പറയുവാൻ പറ്റാതിരിക്കുകയാ. അവൻ എന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്റെ ഹെൽപ്പ് പോലും ഇല്ലാതെയാ അവൻ ലാസ്റ്റായിട്ട് 2 പെൺകുട്ടികളെ ട്രേസ് ചെയ്തത്. അതിലൊരു പെൺകുട്ടിയുടെ സഹോദരനെ വിളിച്ചിട്ട് അമർ ബ്ലാക്ക്മെയിൽ ചെയ്ത് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തരാം, നിങ്ങളത് സോഴ്സായിട്ട് യൂസ് ചെയ്തോ എന്ന് നകുൽ പറയുന്നുണ്ട്. നകുൽ കൊടുത്ത ആ ഒരു വോയിസ് റെക്കോർഡും ഡീറ്റെയിൽസുമായി അവൾ നേരെ പോകുന്നത് അലനെ കാണുവാനായിട്ടാണ്. എന്നിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം അലനെ ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കൈമാറിയ ആള് തന്നെ വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നു എന്നും അലൻ പറയുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നടാശ അലീഷയെ വിളിക്കുന്നതായിട്ടാണ്. നീ പറഞ്ഞ ആ ഒരു കേസിലെ അമറിന്റെ ആ ഒരു കേസ് നമുക്ക് നാളെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാം. നീ തന്ന ആ ഒരു എവിഡൻസ് എല്ലാം എന്റെ കയ്യിലിരിപ്പുണ്ട്. എനിക്കതിന്റെ ഒറിജിനൽ എല്ലാം ഒന്ന് കാണണമെന്ന് അലീഷയോട് പറയുന്നു. അലീഷ അത് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് നടാശ സമ്മതിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. ഒറിജിനൽ ഡീറ്റെയിൽസ് നടാശയ്ക്ക് കൈമാറുവാനായി തീരുമാനിച്ചു. അതേസമയമായിരുന്നു അവൾ നകുലിനെ വിളിച്ചതും. പക്ഷെ നകുലിനെ കിട്ടുന്നതേയില്ല. നകുലിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ പറയുന്നു. ഇനി നിന്ന് സമയം കളയണ്ട എന്ന് തീരുമാനിച്ചാണ് ബാംഗ്ലൂരിൽ നിന്നും നാഗർകോവിലേക്ക് അവൾ എത്തിയതും. നാഗർകോവിലെത്തിയ അലീഷ പിന്നീടാണ് സമുദ്ര സിൽക്സിലേക്ക് പോയതും അവിടെ വെച്ച് ആ ഒരു കൊലപാതകം കാണുന്നതും തിരിച്ചു വരുന്ന വഴിയിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഇത്രയും ആയതും. ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുന്നു. സുദർശൻ അലീഷയോട് പറയും ഇതൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. മറ്റൊരു വശത്ത് അലനാണെങ്കിൽ ഹരനെ കാണുവാനായി എത്തുകയാണ്. ഹരൻ സാധാരണ പോലെ മൊബൈലൊക്കെ കളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അലൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അമറിനെ കൊന്നുകളഞ്ഞത്? പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഹരന് ഭാവവ്യത്യാസം ഒന്നുമില്ലായിരുന്നു. സത്യം തുറന്നു പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഇവിടെ പോലീസ് എത്തുമെന്നും പറയും. പിന്നീട് കാണിക്കുന്നത് അലൻ നേരെ ദിനേശിനെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്ന കുറ്റവാളിയെ കണ്ടുപിടിച്ചു, അത് മറ്റാരുമല്ല ഹരൻ തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ടതും ദിനേശ് ഞെട്ടിപ്പോയി. ഹോസ്പിറ്റലിലേക്ക് വരണം, ഞാൻ അവിടേക്ക് ഹരനെ കൂട്ടി വരാമെന്നും അലൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഹരനെ കൂട്ടി അലൻ ഹോസ്പിറ്റലിലേക്കും എത്തി. അപ്പോൾ ദിനേശ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഹരൻ വരച്ചു തന്ന ആ ഒരു സ്കെച്ചോ? അലൻ പറയുന്നത് അതോ അത് കേസിന്റെ ദിശ മാറ്റുവാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. ആ സ്കെച്ചിലുള്ളതുപോലെ തന്നെ ഒരാൾ ഈ ലോകത്തേ ഇല്ലെന്നും അലൻ പറയും. അതേ സമയം തന്നെയായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരാൾ കടന്നു വരുന്നതും. സ്കെച്ചിലുള്ള അതേ രൂപത്തിലുള്ള ഒരാൾ ഞാനാണ് ആ കൊല ചെയ്തത്, ഞാനാണ് കൊലയാളി എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് വന്നതും. കോൺസ്റ്റബിൾ അയാളെ നേരെ ദിനേശിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത് കണ്ട് അലനും ദിനേശും ഞെട്ടിപ്പോകും. ഞാനാണ് കൊലയാളിയെന്ന് അയാൾ ദിനേശിനോടും പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അലനും ദിനേശും. അവിടേക്ക് ഹരൺ നടന്നു വന്നിട്ട് ദേ സ്കെച്ചിൽ പറഞ്ഞതുപോലെ തന്നെ ദേ ഇപ്പോൾ ആളിനെ കിട്ടിയിട്ടുണ്ടല്ലോ, ഞാനപ്പോൾ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും കൂളായി നടന്നു പോവുകയാണ് ഹരൺ. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുന്ന അലനാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിക്കുന്ന ഹരണിനെ കാണും. ഹരണിനടുത്ത് ചെന്നിട്ട് നീ എന്തിനാ അമറിനെ കൊന്നത്, ആ ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. പക്ഷെ അതിന് ഹരൺ മറുപടിയൊന്നും കൊടുക്കില്ല. അതേസമയം തന്നെ ഈ അലനാണെങ്കിൽ ദിനേശിനെ ഫോൺ വിളിക്കും. എന്നിട്ട് അമറിന്റെ ഡെഡ് ബോഡി കിട്ടുന്ന സമയത്ത് അവന്റെ കയ്യിൽ വല്ല ഹാർഡ് ഡിസ്കും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു, കത്തിക്കരിഞ്ഞ ആ ഒരു ശവശരീരത്തിൽ പാന്റിന്റെ ബെൽറ്റിന്റെ ഇടയിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കിട്ടിയതെന്നും ദിനേശ് പറയും. അത് കേട്ട് അലന് വല്ലാതെ ദേഷ്യം വരും. അതെല്ലാം ശ്രദ്ധിച്ച ഹരൺ ചോദിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നീ വന്നത് കേസ് അന്വേഷിക്കാനല്ല, ആ ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ടാണല്ലേ എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവുകയാണ് അലൻ. മറ്റൊരു വശത്ത് കൃത്യമായ തെളിവുകളില്ല. മാത്രമല്ല ആ ഒരു ആക്സിഡന്റ് പറ്റി ഓർമ്മ നഷ്ടമായ ഒരു പെൺകുട്ടി കോടതിയിൽ പറയുന്നത് വെച്ച് എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുന്നത് എന്ന ടെൻഷനിൽ നിൽക്കുകയാണ് ദിനേശും. പിന്നീട് കാണിക്കുന്നത് ഹരണിനും കുടുംബത്തിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ്. ഹരണിനൊരു ഇളയ സഹോദരി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നീരജ. അവളെ ഈ അമർ റേപ്പ് ചെയ്തിരുന്നു. അത് ഹരണിന് താങ്ങാനായില്ല. ദേഷ്യം സഹിക്കാനാകാതെ ഇരിക്കുന്ന ഹരണിനടുത്തേക്ക് അവന്റെ ചേച്ചിയായിട്ടുള്ള ദേവകി എത്തിയിട്ട് നീ ഒന്നും പ്രതികരിക്കരുത്,
നമുക്ക് നിന്നെ വേണം. ഇത് നമുക്ക് കോടതി മുഖേന ഡീല് ചെയ്യാമെന്നും അവൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുന്നു. എന്നാൽ ആ ഒരു ദേഷ്യം മനസ്സിലുണ്ടായിരുന്ന ഹരൻ തന്നെയാണ് അമറിനെ കൊന്നുകളഞ്ഞതും. ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് SP ഓഫീസിന് മുന്നിലായിട്ട് അലന്റെ കാറ് കിടക്കുന്നതാണ്. പക്ഷേ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നതുമില്ല. കോൺസ്റ്റബിൾ വിളിച്ചിട്ട് ദിനേശിനോട് പറയുന്നത് അലൻ സാറിന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ സാർ ഇതിലില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്ന് പറയും. അതേസമയം തന്നെയായിരുന്നു ദിനേശിന് കർണാടക പോലീസിൽ നിന്ന് കോള് വരുന്നത്. അലൻ ഇനി പോലീസല്ല, അവനൊരു അക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് അവനെ ഇനി തേടി കണ്ടുപിടിക്കണമെന്നും ദിനേശിനോട് പറയുന്നു. പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. എന്തെന്നാൽ ഈ ഒരു നകുലും അമറും ഈ ഒരു അലനുമെല്ലാം ഒരേ ഗ്യാങ് ആണ്. അവർ 3 പേരും ചേർന്നാണ് പെൺകുട്ടികളോട് അത്രയും ദ്രോഹമൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നതും. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സുദർശൻ അലീഷയോട് നീ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഹരന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഹരൻ പറയും, പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയം, ആ സമയത്തായിരുന്നു എന്റെ സഹോദരിയെ നീരജയെ അമർ റേപ്പ് ചെയ്തത്. നീരജയെ കൂടാതെ നീരജയുടെ സുഹൃത്തിനെയും അയാൾ റേപ്പ് ചെയ്തു. അതിനുശേഷം ഈ നീരജയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ ചേട്ടനെ വിളിച്ചിട്ട് അവളെ റേപ്പ് ചെയ്യുന്ന വീഡിയോ തന്റെ കയ്യിലുണ്ട്, അത് പുറത്ത് പബ്ലിഷ് ചെയ്യണ്ടെങ്കിൽ 25 ലക്ഷം രൂപ തരണമെന്നും ആവശ്യപ്പെട്ടു. ആ വിവരം ഹരൻ അറിയിക്കുകയാണ്. ദേഷ്യമെല്ലാം മനസ്സിലുണ്ടായിരുന്ന ഹരൻ ചെയ്തത് നീരജയുടെ കൂട്ടുകാരുടെ ബ്രദർ ഉണ്ടല്ലോ അൻസാരിയുടെ പേരിലുള്ള ആ ഒരു പഴയ ബിൽഡിംഗിലേക്ക് അമറിനെ എത്തിച്ചു. അവിടെ വെച്ചാണ് അമറിനെ കൊന്നുകളഞ്ഞതും. എന്നാൽ ഈ അൻസാരിയുടെ അച്ഛൻ പറയുന്നത് എപ്പോഴെങ്കിലും ഈ ഒരു വിവരം പുറത്തു വന്നാൽ എന്റെ മകനെ പോലീസ് പൊക്കുമായിരിക്കും, എന്നാൽ അവന് പകരം ഞാൻ കീഴടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അൻസാരിയുടെ അച്ഛന്റെ സ്കെച്ച് ഹരൻ വരയ്ക്കുന്നതും അൻസാരിയുടെ അച്ഛൻ പോലീസിന് കീഴടങ്ങുകയും ചെയ്യുന്നത്. ഹരൻ ദിനേശിനോട് പറയും, അലൻ SP ഓഫീസിലാണെങ്കിൽ മിക്കവാറും ആ ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടിയാകും. അലന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ ഹാർഡ് ഡിസ്കിൽ എന്താണുള്ളതെന്ന് അറിയണം. എന്നാൽ ദിനേശ് പറയുന്നത് നിന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറ. അത് കേട്ട ഹരൻ പറയുന്നത് ആ ഹാർഡ് ഡിസ്കിലുള്ളത് എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കീഴടങ്ങുമെന്നായിരുന്നു ഹരണിന്റെ മറുപടി. കോടതി ഉത്തരവില്ലാതെ നമുക്കിത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റില് ഹാൻഡ് ഓവർ ചെയ്യാനാകില്ല എന്നും ദിനേശ് പറയും. അലീഷ വഴിയല്ലേ നമ്മൾ ഈ കേസിൽ ഇൻവോൾവ് ആയത്, അവൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ നൽകിയ നകുൽ വഴി എല്ലാം കണ്ടെത്താനാകുമെന്ന് പറഞ്ഞ് നകുലിനെ കോടതിയിൽ വരാൻ പറഞ്ഞിട്ട് ഹരൻ അലീഷയും കൂട്ടി കോടതിയിലേക്ക് പോകുന്നു. അതേസമയം പോകും വഴിയിൽ അലനൊരു കാറുമായി എത്തി ഹരണിന്റെ കാറിനെ ആക്സിഡന്റ് ആക്കുവാനായി നോക്കും. ഒരു ഘട്ടത്തിൽ ഹരൻ അലീഷയെ റോഡിൽ ഇറക്കിയിട്ട് ഞാനൊരു 20 മിനിറ്റിനകം തിരികെ വന്നില്ലെങ്കിൽ കോടതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഹരൻ അലനെ തേടി പോകുന്നതും. അലൻ ഹരന്റെ കാറിനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഘട്ടത്തിൽ അലന്റെ കാർ ഒരു ലോറിയിൽ ഇടിച്ച് ആക്സിഡന്റുമായി. ഹരൻ അലീഷയ്ക്കടുത്തെത്തിയിട്ട് അവളെയും കൂട്ടി കോടതിയിലേക്കും എത്തിയ ഉടൻ തന്നെ തോക്കെടുത്ത് ദിനേശിനെ വെടിവെച്ചിട്ട് ദിനേശിന്റെ കൈവശമുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതും. ആരെ വിശ്വസിക്കണം? ഹരൻ എന്തിന് ദിനേശിനെ വെടിവെച്ചു എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അലീഷ നേരെ ഡോക്ടറിനടുത്തെത്തി. അവിടേക്ക് നകുലും എത്തുകയാണ്. ഞാൻ കോടതിയിലെത്തിയിരുന്നു. ഹരൻ ദിനേശിനെ വെടിവെച്ചത് കണ്ട് ഭയന്ന് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ നോക്കിയെന്നും നകുൽ പറയുന്നു. അത് കേട്ട് സുദർശൻ ഡോക്ടർ പറയുന്നത് വന്നത് ഹരനല്ല, അലനാണ്. ഹരണിനെ ഷൂട്ട് ചെയ്തിട്ട് അവന്റെ കോട്ടുമിട്ട് കാറുമെടുത്ത് അലീഷയ്ക്കടുത്തെത്തി. കാറും കോട്ടും കണ്ട് അലീഷ അത് വന്നത് ഹരനാണെന്ന് കരുതി. നമ്മൾ കരുതും പോലല്ല, അലൻ ഡേഞ്ചർ ആണെന്നും പറയും. 2018 വിറ്റ്നസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെൽ ആരംഭിച്ചു. വിറ്റ്നസിന്റെ ഐഡന്റിറ്റി ഒന്നും പുറത്തുവിടില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്തത് അലനായിരുന്നു. വിറ്റ്നസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കുറ്റവാളികൾക്ക് കൈമാറി കാശ് തട്ടുമായിരുന്നു. ലിക്കർ ബിസിനസ്സുകാരനായ ചിന്നപ്പയുടെ പ്രവൃത്തികളെല്ലാം ഒരു ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവന്നായിരുന്നു. അതിനാൽ ജേർണലിസ്റ്റിനെ ചിന്നപ്പ കൊല്ലുന്നത് ജേർണലിസ്റ്റിന്റെ ഭാര്യയായ ചിത്ര കണ്ടു. അതുകൊണ്ട് തന്നെ ചിന്നപ്പ അവരെ കൊല്ലുവാനായും ശ്രമിക്കുന്നതിനാൽ ജേർണലിസ്റ്റിന്റെ ഭാര്യയെ സെല്ലിലേക്ക് മാറ്റി. അതിന്റെ ചുമതല അലനായിരുന്നു. എന്നാൽ അലനാണെങ്കിൽ ചിന്നപ്പയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് ചിത്രയുടെ ഡീറ്റെയിൽസ് എല്ലാം കൈമാറി. അത് മനസ്സിലാക്കിയ ഡിപ്പാർട്ട്മെന്റ് ആ സ്ത്രീയെ കൊച്ചിയിലേക്ക് മാറ്റി മറ്റൊരാളുടെ ഐഡന്റിറ്റിയിലാണ് അവിടേക്ക് കൊണ്ടുപോയതും. അലനെയും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാറ്റി. അതിനുശേഷം കാണിക്കുന്നത് ഒരു വീട്ടിൽ അലനൊരു പെൻഡ്രൈവ് കൊണ്ടുവച്ചിട്ട് പോകുന്നതാണ്. അതിൽ ആ വീട്ടിലെ പെൺകുട്ടിയുടെ വീഡിയോ ആയിരുന്നു. അവളുടെ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ അലൻ. ജേർണലിസ്റ്റിന്റെ ഭാര്യ കൊച്ചിയിലുണ്ടെന്ന് അലൻ മനസ്സിലാക്കിയിരുന്നു. അവരെ ഹിയറിംഗിന് കൊണ്ടുവരുന്ന ദിവസം ഉറപ്പായും അലൻ അവരെ കൊല്ലുവാനായിട്ട് വരുമെന്ന് ഹരണിന് അറിയാമായിരുന്നു. ഹരൺ ഡോക്ടറിനോട് യാത്രയും പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകും.
അതേസമയം തന്നെ ഹരൻ തന്നെ ഫോളോ ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അലൻ നീരജയ്ക്കടുത്തെത്തിയിട്ട് എന്നെ രക്ഷപ്പെടാൻ നീ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്യുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തും. എന്റെ ചേട്ടൻ ആരെന്ന് നിനക്കറിയാമോ എന്നായിരുന്നു നീരജയുടെ മറുപടി. അത് കേട്ട് ചിരിക്കുകയാണ് അലൻ. മറ്റൊരു വശത്ത് ഡോക്ടറിനെ പിടികൂടിയ പോലീസ് ഹരൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹരൻ ഒരു കോമൺ സിവിലിയൻ അല്ല, സ്കൈ മാർഷലാണ്. ഒരിക്കൽ ഇന്ത്യൻ ഫ്ലൈറ്റൊക്കെ ഹൈജാക്ക് ആയപ്പോൾ പാസഞ്ചറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഫ്ലൈറ്റിലും ഒരു സ്കൈ മാർഷൽ ഉണ്ടാകും. ഒരു കോമൺ പാസഞ്ചറിനെ പോലെയാകും അവർ ഫ്ലൈറ്റിലുണ്ടാവുക. അതാണ് ഈ ഹരൻ. മറ്റൊരു വശത്ത് ജേർണലിസ്റ്റിന്റെ ഭാര്യയെ ചിത്ര പോകുന്ന ഫ്ലൈറ്റ് ഹരൻ എയർപോർട്ട് അതോറിറ്റിയുടെ ഹെൽപ്പിൽ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. ക്യാബിൻ ക്രൂവിനോട് ഇനി ഒരു 15 മിനിറ്റിനകം ഇതിലൊരു കൊലയാളി കയറുമെന്നും പറയുന്നുണ്ട്. അഡ്വാൻസ് ടെക്നോളജിയിലൂടെ ഹരൻ നകുലുമായി ഫോണിലും കണക്ട് ആയിരുന്നു. എന്നാൽ അലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ഉറപ്പായും ഈ ഫ്ലൈറ്റിൽ കയറുമെന്ന് ഹരന് അറിയാമായിരുന്നു. അന്ന് ഹരൻ അമറിനെ കൊല്ലും മുൻപ് അമറിനെ കാണുവാനായിട്ട് മറ്റൊരാൾ വന്നിരുന്നു. അത് അലീഷ കണ്ടിരുന്നു. പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് വെച്ച് അവരുടെ ഫോട്ടോ നകുലിന് അയച്ചു കൊടുത്തിട്ട് അലീഷയെ കാണിക്കുവാനായും പറയുമ്പോൾ അലീഷയ്ക്ക് കുറച്ച് ടൈം വേണമെന്നായിരുന്നു നകുൽ പറയുന്നതും. ഫ്ലൈറ്റിൽ